ഹലോ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി അലോവേറനെ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. നമ്മുടെ നാടൻ ടേസ്റ്റിലും അതേസമയം നല്ല ഹെൽത്തിയും ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് അലോവേറ ആദ്യം കട്ട് ചെയ്തെടുക്കാം. കറ്റാർവാഴ നല്ല ലീഫ് നോക്കിയിട്ട് എടുക്കുക, നല്ല ഫ്ലഷുള്ള ടൈപ്പ് ലീഫ് നോക്കിയിട്ട് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു ഒരു ലാറ്റക്സ് ഉണ്ടാവും, അത് നമുക്ക് ഭയങ്കര ഒരു ഇച്ചിങ് ഉണ്ടാക്കും, ഭയങ്കര ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് അത് കുറച്ച് സമയം നേരത്തെ കാണിച്ച പോലെ കുത്തനെ എവിടെയെങ്കിലും ഒന്ന് ചാരി വെക്കുക. എന്നിട്ട് അതിൻ്റെ കറ മുഴുവനായിട്ട് ഒലിച്ച് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. രണ്ട് മണിക്കൂർ മിനിമം വെക്കേണ്ടി വരും. അപ്പോഴാണ് ആ കറ ഫുള്ളായിട്ട് പോവുക. അല്ലെങ്കിൽ നമുക്ക് ഗുണത്തേക്കാൾ അധികം ദോഷം, മീൻസ് മുഖത്തൊക്കെ തേക്കുമ്പോൾ ഭയങ്കര ഒരു ഇച്ചിങ് ആണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത് പോയി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ട് സൈഡിൽ ആ മുള്ള് പോലത്തെ ഭാഗം കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ആ ജെല്ലെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് ഓരോരുത്തരുടെ സൗകര്യം അനുസരിച്ച് എടുക്കുക. ഞാൻ ജസ്റ്റ് ഒരു രീതിയിൽ കാണിക്കുന്നു എന്ന് മാത്രം. പിന്നെ ഈ അറ്റം മുറിച്ച് ഒഴിവാക്കും കേട്ടോ. രണ്ട് സൈഡത്തെ മുള്ള് ഞാൻ ഒഴിവാക്കി, എന്നിട്ട് ആ അറ്റം കൂടെ മുറിച്ച് ഒഴിവാക്കുന്നുണ്ട്. അലോവേറയ്ക്ക് ഒരുപാട് ഔഷധ ഗുണങ്ങളുണ്ട്. എല്ലാവർക്കും അറിയാം, ഫേസ് പാക്കായിട്ടും നമ്മൾ മുടിയിലും ഒക്കെ നല്ലതായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് എഡിബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആദ്യം മുകളിലത്തെ ആ പച്ച ഒഴിവാക്കി അതിന് ശേഷം കട്ട് ചെയ്തെടുത്തിട്ട് ബാക്കിയുള്ള ഗ്രീൻ പാർട്ടും കൂടെ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗ്രീൻ പാർട്ട് തീരെ നമ്മുടെ ആ ജെല്ലിൽ വരാൻ പാടില്ല. മീൻസ് അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു കയ്പ്പുണ്ടാവും നമ്മളെ പുഡിങ്ങിന്. അപ്പോൾ അതുകൊണ്ട് അത് തീർത്തും ഒഴിവായി എന്ന് ഉറപ്പ് വരുത്തണം. അല്ലെങ്കിൽ നമ്മുടെ ടേസ്റ്റേ മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ആ ഗ്രീൻ പാർട്ടൊക്കെ മൊത്തമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. ഒരു 3-4 പ്രാവശ്യം വെള്ളത്തിലിട്ട് മാറ്റി വെള്ളം മാറ്റിയിട്ട് കഴുകുക. പിന്നെ അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി ഇത് ചെറുതാക്കിയിട്ട് മുറിക്കാം. നല്ല കുഞ്ഞു പീസാക്കിയിട്ട് ചോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ കടിക്കാൻ കിട്ടുമ്പം അത്രയ്ക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ചെറുതാക്കി മുറിക്കാം. ഞാനിത് നല്ല ചെറിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫേസ് പാക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുമ്പം ഇത് ഇങ്ങനെ തന്നെ ആക്കി ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഒരാഴ്ച വരെയൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാവും. അപ്പോൾ അത് കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. നമുക്കിനി ഇത് പുഡിങ് ഉണ്ടാക്കാൻ തുടങ്ങാം. അത് കാണുമ്പോൾ കണ്ടില്ല, നല്ല ആ ഒരു ക്രിസ്റ്റൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ്, നല്ല ഭംഗി തന്നെയാണ്. ഞാൻ ഇനി ഇത് പുഡിങ്ങിന് വേണ്ടിയിട്ട് പാം ഷുഗർ അല്ലെങ്കിൽ പാം ജാഗരി എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ കിട്ടും. അതാണെങ്കിൽ അത് എടുക്കുക. അല്ലെങ്കിൽ സാധാ ജാഗരി ശർക്കര 200 ഗ്രാം എടുക്കുക. അതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നങ്ങ് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നല്ല തിളച്ച വെള്ളത്തിലേക്ക് 6 മുതൽ 7 ഗ്രാം വരെ ചൈന ഗ്രാസ് ഇട്ടിട്ട് കുറച്ച് സമയം വെക്കുക. എന്നിട്ട് അടുപ്പ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് അതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കുക. അപ്പോൾ അതിങ്ങനെ മെൽറ്റായി വരുന്നുണ്ട്, കണ്ടില്ലേ. അതേ സമയത്തിന് നമ്മുടെ ശർക്കര മറ്റേ അടുപ്പത്തും റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മൾ കറ്റാർവാഴൻ്റെ പീസസ് ഇട്ട് കൊടുക്കുക. നന്നായി കഴുകിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 കപ്പാണ് ഇത് ഉള്ളത്. നിങ്ങൾക്ക് കുറച്ചധികം വേണമെങ്കിൽ അങ്ങനെ എടുക്കുക. പക്ഷേ 1 കപ്പ് മതി. അതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു അളവായിട്ട് ഉണ്ടാവുക. 1 കപ്പ് അതിൽ കുറച്ച് കുറവായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് തീ കുറച്ച് വെച്ച് ആ ഒരു ജാഗരി ആ ഒരു ശർക്കരയിൽ കിടന്ന് അതങ്ങനെ കുക്കാവണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ മധുരം പിടിച്ച് നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം 10 മിനിറ്റ് കുക്ക് ചെയ്യാം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. ഏലക്കായ്ക്ക് പകരമായിട്ട് വേണമെങ്കിൽ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏലക്കായാണ് ചേർത്ത് കൊടുത്തത്. എന്നിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്യുക. ഏലക്കായൻ്റെ ഫ്ലേവറും കൂടി അതിലേക്കൊന്ന് ഇറങ്ങട്ടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇനി അതിന് ശേഷം അതിലേക്ക് തേങ്ങാപ്പാൽ 1.5 കപ്പ് ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ പശുവിൻ പാൽ ഒഴിച്ചാലും മതി, ഏതാണോ കയ്യിലുള്ളത് അത് ഉപയോഗിക്കുക. തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ നമ്മൾ ഏലക്കായും ശർക്കരയും ഒക്കെയാണ്, അപ്പോൾ നാടൻ ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കയ്യിൽ എന്താണുള്ളത് അത് ഉപയോഗിക്കുക. എന്നിട്ട് ഒന്നങ്ങ് ഒരു തിളച്ച് തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. തിളച്ച് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കുക്കായിട്ടുണ്ടോ ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ കണ്ടില്ലേ, അത്യാവശ്യം കുക്കായിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് നോക്കുക, ശർക്കരയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് പിടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. എന്നാലേ ആ ഒരു അലോവേറയ്ക്ക് മധുരം കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അത് നോക്കുക. എന്നിട്ട് ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അതിൻ്റെ ആ ഒരു മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഒരുപാടില്ല, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ മെൽട്ടാക്കി വെച്ച ചൈന ഗ്രാസ് അല്ലെങ്കിൽ അഗാർ അഗാർ ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് മെൽട്ടായിട്ടുണ്ട്. അത് ഒഴിച്ച് അടുപ്പ് ഓഫ് ചെയ്യുക. ഒന്നങ്ങ് മിക്സ് ചെയ്ത് അടുപ്പ് ഓഫ് ചെയ്യുക. അപ്പോൾ ഞാൻ അടുപ്പ് ഓഫ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 3 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക. അപ്പോൾ അത് കണ്ട് നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ഭയങ്കര ടേസ്റ്റൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഒരു നാടൻ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ആയിട്ട് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.